ഹലോ വെൽക്കം ബാക്ക്. ഞാൻ അൽ ഹസൻ. അങ്ങനെ നമ്മൾ മൊഡ്യൂൾ 1 ഇൻഡക്ഷൻ ട്രെയിനിങ് ആൻഡ് വെൽഡിംഗ് പ്രോസസ്സ് എന്ന് പറയുന്ന മൊഡ്യൂളിന് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. ഈ മൊഡ്യൂളിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഉൾപ്പെടുന്നത് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോ ക്ലാസ്സിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഇമ്പോർട്ടൻസ് ഓഫ് ട്രേഡ് ട്രെയിനിങ്, പ്രാക്ടിക്കൽ വർക്കുമായി റിലേറ്റ് ചെയ്തുകൊണ്ടുള്ള തിയറിയാണ്. ഓക്കെ, ദെൻ ജനറൽ ഡിസിപ്ലിൻ ഇൻ ദ ഇൻസ്റ്റിറ്റ്യൂട്ട്, അതുപോലെ തന്നെ ഫസ്റ്റ് എയ്ഡിൻ്റെ കാര്യങ്ങളും, ഇമ്പോർട്ടൻസ് ഓഫ് വെൽഡിംഗ് ഇൻഡസ്ട്രി, സേഫ്റ്റി പ്രിക്കോഷൻ ഇൻ ഷീൽഡ് മെറ്റൽ ആർക്ക് വെൽഡിങ്, അതുപോലെ തന്നെ ഓക്സി അസറ്റീൻ വെൽഡിംഗ് ആൻഡ് കട്ടിംഗ്, ഇൻട്രഡക്ഷൻ ആൻഡ് ഡെഫിനിഷൻ ഓഫ് വെൽഡിംഗ്, ആർക്ക് ആൻഡ് ഗ്യാസ് വെൽഡിംഗ് എക്യുപ്മെന്റ്, ടൂൾസ് ആൻഡ് ആക്സസറീസ്, വേരിയസ് വെൽഡിംഗ് പ്രോസസ് ഇൻ ആപ്ലിക്കേഷൻ ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻസ്, ആർക്ക് ആൻഡ് ഗ്യാസ് വെൽഡിംഗ് ടേംസ് ഡെഫിനിഷൻസ്, ഡിഫറൻറ്റ് പ്രോസസ് ടു മെറ്റൽ ജോയിനിങ് മെത്തേഡ്, type of welding joint and its application, edge preparation, fit up for different thickness, surface cleaning, basic electricity applicable to arc welding, related electrical terms and definition, heat and temperature and its term related to welding, principle of arc welding and characteristic of arc, common gases used for welding and cutting, flame temperature and uses. അതുപോലെ തന്നെ ടൈപ്പ് ഓഫ് ഓക്സി അസറ്റിൻ ഫ്ലെയിം ആൻഡ് യൂസസ്, ഓക്സി അസറ്റിലിൻ കട്ടിംഗ് എക്യുപ്മെന്റ്, പ്രിൻസിപ്പൽ പാരാമീറ്റേഴ്സ് ആൻഡ് ആപ്ലിക്കേഷൻ എന്നിവയാണ് ഒന്നാമത്തെ മൊഡ്യൂളിൽ വരുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ നാളെ മുതൽ തന്നെ നമ്മൾ ഓരോന്നായിട്ട് എന്ത് ചെയ്യുന്നുണ്ടാവും, ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ടായിരിക്കും. ആദ്യം ഇമ്പോർട്ടൻസ് ഓഫ് ട്രേഡ് ട്രെയിനിങ്, ജനറൽ ഡിസിപ്ലിൻ ഇൻ ദ ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇങ്ങനെ ഓരോരോ ടോപ്പിക്കുകളായിട്ടാണ് നമ്മൾ എന്ത് പോകുന്നുണ്ടാവുക. അല്ലാതെ ഒരൊറ്റയടിക്ക് ഒരു മൊഡ്യൂൾ കംപ്ലീറ്റ് ചെയ്തുകൊണ്ടല്ല പോകുന്നത്. പ്രധാനമായിട്ടും ഇങ്ങനെ പോകാൻ ഒരു കാരണമുണ്ട്. കാരണം ട്രേഡ് തിയറി എന്ന് പറയുന്നത് ട്രേഡ് പ്രാക്ടിക്കലുമായിട്ട് കണക്റ്റഡ് ആണ്. ട്രേഡ് പ്രാക്ടിക്കലിൽ എന്താണോ ചെയ്യിപ്പിക്കുന്നത് അതിനുള്ള ഒരു ചെറിയ എക്സ്പ്ലനേഷൻ, അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആ ട്രേഡ് പ്രാക്ടിക്കലിന് മുമ്പത്തെ ദിവസം പഠിപ്പിക്കുന്ന ഒരു സാധനം മാത്രമാണ് ട്രേഡ് തിയറി എന്ന് പറയുന്നത്. കോമ്പറ്റീറ്റീവ് എക്സാമിൽ വരുമ്പോൾ മാത്രമാണ് നമ്മളിത് അങ്ങനെ കാണാതെ പഠിക്കേണ്ടയും ഒരു സാധനമല്ല ട്രേഡ് തിയറി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി പോവുക, അത്രയേ ഉള്ളൂ. പ്രാക്ടിക്കലിന് മുമ്പായിട്ട് ഇത് അത് ഒന്ന് വായിച്ച് മനസ്സിലാക്കുക, അല്ലെങ്കിൽ വീഡിയോ കണ്ട് മനസ്സിലാക്കിയിട്ട് ഐറ്റികളിൽ പോയിട്ട് അതുമായി ബന്ധപ്പെട്ട് വർക്കുകൾ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാവുന്നതായിരിക്കും. ഓക്കെ, സോ എന്തായാലും നമുക്ക് നാളെ മുതൽ സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, വെൽഡർ ട്രേഡ് പഠിക്കുന്നവരും പഠിച്ചു കഴിഞ്ഞവർക്ക് കോമ്പറ്റീറ്റീവ് എക്സാമുകൾക്ക് വേണ്ടിയിട്ടും പ്രിപ്പയർ ചെയ്യാവുന്ന രീതിയിൽ നമ്മൾ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ടാകും. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിലോ നമുക്ക് നാളെ മുതലുള്ള ക്ലാസ്സുകളിൽ കാണാം. താങ്ക്